ഏതായാലും ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്ത് പ്രതികരണം? തിരിച്ചു വന്ന ഞാൻ വീടിന് പുറകിലെത്തി. അടുത്ത ഷൂട്ടിങ്ങിന് തയ്യാറെടുക്കണം. രാരിച്ചൻ എന്നാണ് വരികയെന്ന് ഒരു പിടിയുമില്ല. ചിലപ്പോൾ ഭാര്യ റേച്ചൽ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ അയാൾ തോട്ടത്തിലായിരിക്കും. ഏത് ദിവസവും അയാൾ വരാം. ആ കർട്ടൻ തുണി കിടക്കുന്നത് കൊണ്ട് ഇനി വല്ല മരത്തിലും കയറിയിരുന്നാലേ വല്ലതും കാണാൻ പറ്റൂ. കലയെ എളേമ പഠിക്കാൻ നിർബന്ധിച്ച് കുത്തിയിരുത്തിയിരിക്കുന്നു. ഇപ്പോഴേ ഒരു നിരീക്ഷണം പറ്റത്തുള്ളൂ. അവൾ കണ്ടാൽ കുത്തി കുത്തി ചോദിക്കും. നോക്കുമ്പോൾ പുറകിലത്തെ ചെറിയ മുറ്റത്തരികിൽ ഒരു ചെറിയ മാവ് നിൽക്കുന്നു. വീടിന് മുകളിലേക്ക് ചാഞ്ഞ കൊമ്പുകൾ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. എങ്കിലും മറ്റുള്ള 1-2 കൊമ്പുകളിൽ നിറയെ കണ്ണിമാങ്ങാക്കുലകളുണ്ട്. കായ്ക്കാത്ത കൊമ്പുകളുടെ ഇലകളിൽ നീറ് കൂട് കുത്തിയിരിക്കുന്നു. അധികം വണ്ണമില്ലാത്ത കുറ്റിത്തടി. ഒരാൾ പൊക്കത്തിൽ ഒരു ബലമുള്ള ശിഖരമുണ്ട്. അതിൽ കയറിയിരുന്നാൽ ചിലപ്പോൾ കർട്ടന് മുകളിൽ കൂടി കാണാൻ പറ്റിയേക്കും. തന്നെത്താൻ വലിച്ചു വെച്ച വയ്യാവേലി. ആ ജനൽ അങ്ങനെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. ഞാൻ മാവിന് ചുറ്റും നടന്നു നോക്കി. എന്താ രാജു, മാങ്ങ പറിക്കാനാണോ? എളേമയുടെ ശബ്ദം. അവർ അടുക്കള മുറ്റത്തെ മൂലയിൽ കിടന്ന മടലിൽ നിന്നും ചൂട്ട് ഉരിഞ്ഞെടുക്കുകയായിരുന്നു. ഓ ചുമ്മാ, കണ്ണിമാങ്ങ കണ്ടപ്പം ഒരു കൊതി തോന്നി. എന്നാ അതേ തോട്ടി ഒരു കമ്പോടെ വെച്ച് കെട്ടിയ മോളിലെത്തും. പറിച്ചു തന്ന ചമ്മന്തി അരയ്ക്കാം. പച്ചക്ക് തിന്നാൻ പാടാ, ഭയങ്കര പുളിയാ. ആ നല്ല പുളി വേണം. ഉപ്പും കൂടി തിന്നാൻ അതാ ചേച്ചി രസം. കയറി പറിക്കാം. എൻ്റെ മോനെ അത് നിറയെ നീറാ, കടിച്ചു കൊണം വരുത്തും. അങ്കിളെ, ചാഴിപ്പൊടി ഇരിപ്പുണ്ട്, അത് വെതറിയ നീറ് മാറി നിന്നോളും. കല തൊട്ടു മുമ്പിൽ. ഹാ, നിന്നോട് പഠിക്കാൻ പറഞ്ഞിട്ട്. എളേമ്മ കയ്യിലിരുന്ന് ചൂട്ട് മോങ്ങിക്കൊണ്ട് അവളുടെ നേരെ ചെന്നു. അവൾ എൻ്റെ പുറകിലൊളിച്ചു. പോട്ടെ ചേച്ചി, സ്കൂളിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. മാങ്ങ പറിച്ചിട്ട് അവൾ പഠിച്ചോളും. പഠിച്ചോളും. 10 ഗുണം 10 ഗുണം. പറഞ്ഞു കഴിഞ്ഞ് എന്തോ അബദ്ധം പറഞ്ഞ മട്ടിൽ എളേമ്മ എന്നെ ഒന്ന് നോക്കി. ചേച്ചിയുടെ ബുദ്ധിയെ മോൾക്ക് അല്ലേ? എന്നാലും ഞാൻ ഇതിനേക്കാളേറെ എത്രയോ ഭേദമായിരുന്നു എൻ്റെ മോനെ. എൻ്റെ കമൻറ്റ് അവരെ രക്ഷപ്പെടുത്തിയ സന്തോഷം ആ വാക്കുകളിലും ചിരിയിലും ഉണ്ടായിരുന്നു. കാരണം കല രാമേട്ടൻ്റെ വിത്താണെങ്കിൽ ബഹുമിടുക്കിയായനെ. അപ്പോൾ ഇതേതോ മരമണ്ടൻ്റെ, എന്നാൽ പെൺവിഷയത്തിൽ മിടുക്കൻ്റെ വിത്ത് തന്നെ. കലയെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ട് എളേമ്മ അടുക്കളയിലേക്ക് പോയി. കല പോയി ഒരു പ്ലാസ്റ്റിക് പാക്കറ്റ് കൊണ്ടുവന്നു. ചാഴിപ്പൊടി. അതിൽ നിന്ന് കുറേ വാരി ഞാൻ കാലിലും കയ്യിലും തേച്ചു. അയ്യോ അങ്കിളെ, അത് വിഷാ. അത് കണ്ട കല പറഞ്ഞു. അങ്കിളിനി വിഷമൊന്നും ഏൽക്കുകയില്ല മോളെ. ഞാൻ കൈലിത്താറെടുത്തു. പിന്നെ മാവിലേക്ക് പതുക്കെ കയറി. താഴത്തെ ഒരു കവരക്കൊപ്പം നിന്ന് നോക്കി. ആ തുണിയില്ലായിരുന്നെങ്കിൽ അന്ന് ഞാൻ കണ്ടതിലും വ്യക്തമായിട്ട് എല്ലാം കാണാമായിരുന്നു. എന്തു ചെയ്യാം, പറ്റിപ്പോയില്ലേ. കുറച്ചുകൂടി മുകളിലേക്ക് കയറി. എന്നിട്ട് മുറിക്കകത്തേക്ക് നോക്കി. കുഴപ്പമില്ല, കട്ടിൽ കാണാൻ പറ്റത്തില്ല. അവരുടെ ഇണചേരൽ പിടിക്കണമെങ്കിൽ തുണി മാറിയേ പറ്റൂ. ആ, ഉള്ളത് പിടിക്കാം. തുണിയെടുക്കാത്ത നിലയിൽ രണ്ടിൻ്റെ മുഖം കിട്ടിയാൽ എൻ്റെ ഉദ്ദേശം സാധിക്കും. പാതിരാക്കി മാവിൽ വലിഞ്ഞു കയറണം, അത്രയുള്ള പ്രശ്നം. കുറച്ചുകൂടെ മുകളിലോട്ട് കയറെങ്കിലേ. അവിടെ നിന്ന് കറങ്ങിയിട്ട് എന്താ കാര്യം? താഴെ നിന്നും കല വിളിച്ചു പറഞ്ഞു. ഞാനൊന്ന് നോക്കുമായിരുന്നു, കമ്പിനൊക്കെ ബലമുണ്ടോയെന്ന്. അങ്കിളിന് നല്ല ഭാരമുള്ളതല്ലേ. കമ്പ് മുടിച്ചോണ്ട് താഴേക്ക് പോന്നാൽ നല്ല രസമായിരിക്കും കാണാൻ. വേണ്ട, ഇന്നാ തോട്ടി തരാം, തല്ലിയിട്ടാൽ മതി. കല ഒരു തോട്ടിക്കമ്പെടുത്ത് നീട്ടി. ഞാൻ അതും വാങ്ങി അല്പം കൂടി മുകളിലേക്ക് കയറി. എങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്കായിരിക്കും പഴി. മാവെ തള്ളിക്കയറ്റി വീഴ്ചെന്ന്. അഭിരാമിയുടെ ശബ്ദം. മാവിൻ്റെ കീഴേ നിന്നും അല്പം മാറി പാവാട എടുത്തു കുത്തി മുകളിലേക്ക് നോക്കി അവൾ നിൽക്കുന്നു. ഷടാ, ഈ ഭദ്രകാളി എപ്പോഴെത്തി? അല്ല, ഇദ്ദേഹം എപ്പോൾ വന്നു? കമ്പ്യൂട്ടർ ഇന്ന് നേരത്തെ കേടായോ? ഞാൻ കളിയാക്കി ചോദിച്ചു. ആ, കേടായി. നീ എന്തിനാടി എപ്പോഴും ഈ പരസഹായത്തിൻ്റെ പുറകെ നടക്കുന്നേ? അബി അവളോട് തട്ടിക്കയറി. അതിന് ചേച്ചിക്കെന്താ? ഞാനല്ലേ നടക്കുന്നേ. ചേച്ചിക്ക് നടക്കണ്ടേ നടക്കണ്ട. കല വിട്ടുകൊടുത്തില്ല. തറുതല പറയുന്നു ആസത്തെ, നിന്നെ ഞാൻ. അബി കൈ ഓങ്ങിക്കൊണ്ട് കലയുടെ നേരെ വന്നു. അങ്കിളെ, ഈ ചേച്ചി വെറുതെ വഴക്കിന് വരുവാ. സഹായിക്കാൻ മനസ്സ് വെച്ചാൽ അത് വേണ്ട. എന്നാൽ തിന്നേമില്ല തീറ്റിക്കുകയുമില്ല. എന്തൊരു സ്വഭാവമാണോ ഇത് ഭഗവാനെ. പറയുന്നതിനൊപ്പം ഞാനൊരു കുല മാങ്ങ തല്ലി താഴെ ഇട്ടു. ആരും ആവശ്യപ്പെട്ടില്ലല്ലോ വിറക് കയറാനും വെള്ളം കോരാനും മരം കയറാനും ഒന്നും. അവൾ മാവിൻ്റെ കീഴേ വന്നു. ചുവട്ടിൽ നിന്നും ഒരു കണ്ണിമാങ്ങ എടുത്ത് കടിച്ചു. കല ഓടി നടന്ന് മാങ്ങകൾ പൊറുക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ചോദിക്കാതെ ബുദ്ധിമുട്ടുന്നതാ അതിൻ്റെ സുഖം. അത് മനസ്സിൽ കല്ലുള്ളവർക്ക് മനസ്സിലാകത്തില്ല. കലമോളെ, ചൊന കാണും, കൈ പൊള്ളുവേ.
ഞാൻ ചൂണ്ട പോലെ ഒരു വാക്കെറിഞ്ഞിട്ട് അല്പം ശക്തിയായി ഒരു കുലക്കിട്ട് തല്ലി. നേരെ കീഴെ നിന്ന അബിയെ നോക്കിയത് കൊണ്ടായിരിക്കും, ലക്ഷ്യം തെറ്റി അതൊരു നീറുംകൂട്ടിൽ ചെന്ന് കൊണ്ടു. ആ കൂട് അങ്ങനെ തന്നെ താഴെ വീണു. അടുത്ത തല്ലിന് ആദ്യം ഉന്നം വെച്ച കുല താഴെയിട്ടു. അയ്യോ എൻ്റെ അമ്മേ, നീറ്! അഭിരാമിയുടെ ഭയന്ന നിലവിളി. ഞാൻ താഴോട്ട് നോക്കി. നീറിൻ കൂട് വീണത് കീഴെ നിന്ന അഭിരാമിയുടെ തോളിൽ. നീറുകൾ പരക്കം പാഞ്ഞു. അവൾ ശക്തിയായി മുഖത്ത് തുടക്കുന്നു. ബ്ലൗസിൻ്റെ പുറം നിറയെ നീറുകൾ. അത് കണ്ട ഞാൻ തോട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് മാവിൽ കൂച്ചിയിറങ്ങിയിട്ട് താഴേക്ക് ചാടി. അബി നീറിനെ തൂത്തുകളയാൻ ശ്രമിക്കും തോറും തുണിയുടെ മുകളിൽ നിന്നും കൂടുതൽ കൂടുതൽ കടിച്ചു കയറുന്നു. ആകെ ഒരു ബഹളം. ഞാൻ ഓടി അടുത്തു ചെന്നു. അവളുടെ കവിളിൽ കടിച്ചിരുന്ന ഒരെണ്ണത്തിനെ പറിച്ചു കളഞ്ഞു. പിന്നെ ഒന്നും ആലോചിക്കാതെ അവളുടെ പുറത്ത് ബ്ലൗസിൽ നിന്നും ഓടി നടന്നവയെ തൂത്തുകളഞ്ഞു. പാവത്തിൻ്റെ തോളിൽ 1-2 കടിച്ചു കിടന്നിരുന്നു. അതും ഞാൻ തൂത്തെറിഞ്ഞു. ബ്ലൗസിലും ഹാഫ് സാരിയിലും കടിച്ചു കിടന്നവയെ അവൾ പറിച്ചു കളഞ്ഞു. അവൾ ഹാഫ് സാരി തോളിൽ നിന്നെടുത്ത് കുടഞ്ഞു. കാലുകൾ തമ്മിലുരച്ചു. അത് കണ്ട ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് മാറുന്നില്ലേ? അവിടെ നിന്ന ഇനിയും കാലേ കയറും. നാശം, മാരണം. അവൾ മാറിക്കൊണ്ട് പറഞ്ഞു. അവളുടെ തലയിൽ നീറിൻ്റെ കുറേ മുട്ടകൾ. അയ്യോ, തല നിറയെ നീറുമുട്ട. ഞാനത് തലമുടിയിൽ നിന്ന് തട്ടിയും പൊറുക്കിയും കളഞ്ഞു. അറിയാതെയാണോ എന്തോ അവൾ തല കുനിച്ചു തന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കുളിര്. അവൾ ഹാഫ് സാരിയിൽ നിന്നും നീറിനെ പിടിച്ച് കളയുമ്പോൾ ആ നെറ്റിയിലേക്ക് കയറിയ ഒന്നിനെ ഞാൻ തൂത്ത് കളഞ്ഞു. ഹാഫ് സാരി തോളത്തിടാൻ തുടങ്ങിയപ്പോൾ ഞാൻ തടഞ്ഞു. നില്ല്. അവൾ ചോദ്യഭാവത്തിൽ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴും അവളുടെ ബ്ലൗസിൻ്റെ വലത്തെ മാരടത്തിൽ കൂടി പിടിച്ചു കയറുന്ന ഒരെണ്ണത്തിനെ ഞാൻ അല്പം ശക്തിയായി തൂത്ത് കളഞ്ഞു. ഒരു നിമിഷം ആ മാരടത്തിൻ്റെ മാർദ്ദവ പ്രതലത്തിൽ എൻ്റെ കൈ പതുങ്ങിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒപ്പം അബിയും ഞെട്ടിപ്പോയി. ഹ, എന്താ ഇത്? അവൾ അസഹ്യതയോടെ പുറകോട്ട് മാറി. നീറ്! അവളുടെ മാറത്ത് നിന്നെടുത്ത നീറ് എൻ്റെ കയ്യിൽ കയറിയത് കുടഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, നീറും കൂട് തല്ലി ദേഹത്തിട്ടതും പോരാഞ്ഞിട്ട് മര്യാദകേടും കാണിക്കുന്നോ? അവൾ കണ്ണു തുറച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ, നേര് കടിക്കുമല്ലോ എന്ന് ഓർത്തപ്പം അറിയാതെ. സോറി, 1000 സോറി. ഒരു സോറി. സാരിയുടെ അറ്റം എടുത്തു കുത്തിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. അബി, തണുത്ത വെള്ളം കൊണ്ട് കഴുക്, ഇല്ലേൽ കടിച്ചിടം കൊമളച്ചു പൊങ്ങും. ഓ, അത് ഞാൻ നോക്കിക്കോളാം, ഒരു ഡോക്ടർ. അവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. ഞാൻ വല്ലാതായി. വിഷണ്ണനായി നിൽക്കുന്ന എൻ്റെ അടുത്തേക്ക് കല വന്നു. കുലുങ്ങിപ്പോവുന്ന അബിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ബാക്കിയുള്ളവർ നീട്ടിപ്പിടിച്ച് തന്നാലും തൊടാൻ വിഷമം. വേറെ ഏതിൻ്റേതായാലും വേണ്ടില്ല. നല്ല സാധനത്തിൻ്റെ നെഞ്ചത്താ കൈ വെച്ചത്. ഇപ്പം കിട്ടിയില്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞോണ്ടല്ല മോളെ. ചേച്ചിയെ നീറ് കടിക്കുമല്ലോ എന്നോർത്തപ്പം തട്ടിപ്പോയി. ഓ, ഒരു ദയ, എന്തൊരു സ്നേഹം. ദേ, എൻ്റെ കാലെ മുഴുവൻ കടിച്ചു. ഒന്ന് തൂത്ത് തന്നേ. അവൾ പാവാട അല്പം പൊക്കി പിടിച്ചു. തന്നെ അങ്ങ് തൂത്താ മതി. ഞാൻ അടുക്കളവശത്തേക്ക് ഓടി. പോകുവാ, നാണമില്ലാതെ ആട്ടുകൊള്ളാൻ. പൊറുപുറത്തുകൊണ്ട് അവൾ മാങ്ങ പൊറുക്കാൻ തുടങ്ങി. പുറത്തു വെച്ചിരുന്ന കലത്തിൽ നിന്നും വെള്ളമെടുത്ത് മുഖം കഴുകുന്ന അബിയുടെ അടുത്ത് ഞാൻ ചെന്നു. അബി, സത്യമായിട്ടും അറിയാതെയാ. ഞാൻ ഏത്തമിടാം, തെറ്റിദ്ധരിക്കല്ലേ. അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അബി പ്ലീസ്. ഞാൻ അയ്യോ ദേണ്ടേ, ബ്ലൗസിൻ്റെ പുറത്തൊരെണ്ണം. അവൾ തല തിരിച്ച് പുറകോട്ട് നോക്കി. പിന്നെ പുറത്ത് കൈകൊണ്ട് തൂത്തു. അത് ദേണ്ടേ മുടിയെ കയറി, എടുത്തു കളയട്ടെ? അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ അതിനെ പറിച്ചെടുത്തു. 1-2 മുടി അല്പമൊന്ന് വലിഞ്ഞു. ഹാ, എൻ്റെ മുടി. എന്താടി അവിടെ ഒരു ഹായും ഹൂയുമൊക്കെ? അടുക്കളയിൽ നിന്നും പുറത്തു വന്ന ഇളയമ ചോദിച്ചു. അത് ചേച്ചി, മാങ്ങ തല്ലിയപ്പം ഒരു നീറും കൂടി താഴെ വീണു. അബി താഴെ വായും പൊളിച്ച് നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ കഷ്ടകാലത്തിന് ഈ ദേഹത്തോട്ടാ അത് വീണത്. അവളതങ്ങ് പൊറുക്കി കളഞ്ഞാൽ പോരെ? അതിനെന്തിനാ രാജ പുറകെ നടക്കുന്നത്? ഒറ്റക്ക് പൊറുക്കിയിട്ട് തീരുന്നില്ല. ഞാനല്ലേ അത് തല്ലിയിട്ടത്. ഒരു പരിഹാരമായിട്ട് ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. അന്നേരം സമ്മതിക്കുന്നില്ല. ഇങ്ങനത്തെ സഹായമൊന്നും വേണ്ട. ഒരു സഹായക്കാരൻ. മുഖം മുഴുവൻ നീറുന്നു. അഭിമുഖത്ത് വെള്ളമൊഴിച്ചു. രാജുവിൻ്റെ പണി നോക്ക്, അതവർ ചെയ്തോളും. ഇളയമ്മ അകത്തേക്ക് കയറി. ഈ വെളിച്ചപ്പാടിനെ സഹായിക്കാൻ അങ്കിളല്ലാതെ വേറെ ഏതെങ്കിലും പൊട്ടന്മാർ ചെല്ലുവോ? എവിടെങ്കിലും കയറി കടിക്കട്ടെന്നേ. വാ, ഞാൻ ഉപ്പും മുളകും കൊണ്ടുവരാം. കൈ നിറയെ മാങ്ങയുമായി അങ്ങോട്ട് വന്ന കല പറഞ്ഞു. അവൾ അടുക്കളയിലേക്ക് കയറി, ഒപ്പം അബിയും. ഞാൻ ഇത്തവണ മാങ്ങ പോയ അണ്ണാനെ പോലെ നിന്നു. പിറ്റേ ദിവസം വലിയ സംഭവങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞു.
അബി എന്നെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് നടന്നു. കോളേജിൽ ചെന്നപ്പോൾ ഞാൻ ജാൻസിന് കുളിസീനിൻ്റെ ടേപ്പ് കൊടുത്തു. അവൻ്റെ കയ്യിലുള്ള പഴയ ക്യാമറയിലിട്ട് കണ്ടോളാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ടേപ്പ് തിരികെ തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവധിയായതുകൊണ്ട് ഊണ് കഴിഞ്ഞ് സാവിത്രിയോട് ട്യൂഷന് വരാൻ കല പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ഏതായാലും വരട്ടെ, ഒരു പരോപകാരം. അന്നും കോളേജിൽ നിന്ന് വന്ന ഉടനെ കുളിക്കാൻ പോയി. ഞാൻ വീണ്ടും കടവിലേക്കൊന്ന് പോയി നോക്കി. അന്നത്തെ പെണ്ണ് അലക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ഉടനെ തിരിച്ചു പോന്നു. കുളിച്ച് വെള്ളവും കോരി ചെല്ലുമ്പോൾ അബി എത്തിയിട്ടുണ്ട്. അടുക്കളയിൽ നിന്നും സംസാരം കേട്ടു. എന്നിട്ട് അവന് വല്ലതും കിട്ടിയോ? ഇളയമ ചോദിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു. ഒന്നും കൊണ്ടുപോയില്ല. പിന്നെ അവരുടെ കതകിൻ്റെ പൂട്ട് തല്ലി പൊളിച്ചു. ഇച്ചിരി സ്വർണം കാണുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ആണുങ്ങളാരും ഇല്ലായിരുന്നോ? ഇളയമയുടെ ചോദ്യം. അവളുടെ ചേട്ടനും കൂട്ടുകാരനും കൂടെ സെക്കൻഡ് ഷോക്ക് പോയതായിരുന്നു. അതിനിടക്കാ കയറിയത്. എൻ്റെ ഈശ്വര, ഇക്കണക്കിന് എങ്ങനെ കിടന്നുറങ്ങും? പണ്ടൊക്കെ വെളുപ്പാൻ കാലത്തായിരുന്നു മോഷണം. ഇപ്പം ഉറക്കം പിടിക്കുന്നതിന് മുമ്പേ. മേശപ്പുറത്ത് എനിക്കുള്ള കടുങ്കാപ്പി മൂടി വെച്ചിരുന്നു. അതുമെടുത്ത് ഞാൻ മെല്ലെ അടുക്കള വാതിൽക്കൽ ചെന്നു. ഏതോ മോഷണമാണ് സംസാര വിഷയമെന്ന് എനിക്ക് മനസ്സിലായി. അബി ക്ലാസ്സിൽ നിന്ന് വന്ന വേഷത്തിൽ തന്നെ, കയ്യിൽ ചൂട് കടുങ്കാപ്പി. എന്താ ചേച്ചി, എവിടാ മോഷണം?